ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് IoT കുറിച്ചാണ്. IoT എന്നാൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നാണ്. അപ്പോൾ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ചെറിയൊരു ഉദാഹരണം എടുക്കാം. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു CCTV ഉണ്ടെന്ന് വിചാരിക്കുക. CCTV ഉള്ളപ്പോൾ നമുക്കറിയാം വീട്ടിൽ മോണിറ്റർ വഴി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ദൂരെയൊക്കെ പോവുകയാണെങ്കിൽ വീട്ടിലുള്ളത് കാണണമെങ്കിൽ നമുക്ക് മൊബൈൽ ഫോൺ വഴി കാണാൻ പറ്റും. അത് IoTയുടെ ഒരു എക്സാമ്പിൾ ആണ്. IoT ഫ്യൂച്ചർ ടെക്നോളജി അല്ല, ഓൾറെഡി നമുക്ക് അത് അവൈലബിൾ ആണ്. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സോയിൽ മോയ്സ്ചർ സെൻസറിനെ പറ്റിയാണ്. ഇത് വലിയൊരു ഉദാഹരണം അല്ലെങ്കിലും നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ IoTയിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് ബ്ലിങ്ക് എന്ന് പറയുന്ന ക്ലൗഡ് സോഫ്റ്റ്വെയർ വെച്ചിട്ട്, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അല്ല, ബ്ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്നാലേ ഫോണിൽ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനാവശ്യമായിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ESP32ന്റെ ഡെവലപ്മെന്റ് ബോർഡും പിന്നെ സെൻസർ മൊഡ്യൂളും ഇത്രേ വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് ഇതിന്റെ കണക്ഷൻ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ESP32 ഡെവലപ്മെന്റ് ബോർഡ്. അപ്പോൾ ഇതിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത്, ഇതിലിപ്പോൾ VCC Vനും ഗ്രൗണ്ടും ഉണ്ട്. അപ്പോൾ VCC ഇവിടെ 5 വോൾട്ടേജ് കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, GPIO ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നായിട്ടുള്ള നമ്മൾ 32 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നിൽ നമുക്ക് കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ 33 അല്ലെങ്കിൽ 32 ആകുമ്പോൾ നമുക്ക് ഏത് പിന്നിൽ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇതാണ് സെൻസർ മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടക്ടിങ് പ്ലേറ്റ്സ് ആണ്. അപ്പോൾ ഇതിലെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇത് 12 ബിറ്റ് ആണ് നമ്മുടെ ഈ ADC ESP32 ബോർഡിന്റെ. അപ്പം 2⁻12, അതായത് 4096. അപ്പം ഈ 0 to 495 ആയിരിക്കും ഇതിന്റെ റോ ഡേറ്റ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിനെ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് പെർസെൻറ്റേജ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പം ഫിക്സ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഒന്നും ഇല്ല, അതായത് ഇപ്പം മോയ്സ്ചർ ഒന്നും ഇല്ലാതിരിക്കുകയാണെങ്കിൽ 4095 ആയിരിക്കും ഔട്ട്പുട്ട്. നമ്മളിപ്പോൾ മോയ്സ്ചർ ഉള്ള അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വാട്ടറിൽ ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ വാല്യൂസ് വേരി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതാണ് ഈ ഇപ്പൊ നമ്മുടെ സെൻസർ മൊഡ്യൂളിന്റെ ഇവിടാണ് നമ്മൾ VCC ഗ്രൗണ്ടും ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ഡിജിറ്റൽ ഔട്ടും അനലോഗ് ഔട്ടും ഉണ്ട്. അപ്പൊ സെൻസറിനെ നമ്മൾ അനലോഗ് ഔട്ടിലായിരിക്കും കൊടുക്കുന്നത്. പിന്നെ ഈ രണ്ട് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ് കണക്ട് ചെയ്യാനുള്ളത്, അതായത് ഇതാണ് പ്രോബ്. ഇപ്പൊ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഈ രണ്ട് പോർഷൻ. അപ്പൊ ഇവിടെ ഞാൻ ജമ്പർ വയേഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യമേ പ്രോബ് കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത് Vനിലാണ്, അതായത് 5 വോൾട്ട് ആണ്, ഗ്രേ കളറാണ്. അത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടുത്തെ VCCയിലും കൊടുക്കും. അതേപോലെ തന്നെ ഇതിൽ നിന്നുള്ള ഗ്രൗണ്ടും, ഞാനിവിടെ ഗ്രൗണ്ട് ബ്ലാക്ക് എടുത്തിരിക്കുന്നത്, ഗ്രൗണ്ട് എടുത്ത് നമ്മൾ ഇവിടെയും കൊടുക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ GPIO പിൻ, അത് ഏതാ നമ്മൾ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമ്മൾ എന്ത് ചെയ്യും, ഇവിടുത്തെ അനലോഗ് ഔട്ടിൽ കൊടുക്കും. ഇത്രയാണ് ഇതിന്റെ കണക്ഷൻസ് വരുന്നത്. ബാക്കിയുള്ള സൈഡ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിംഗ് ആണ്. നമുക്കിനി പ്രോഗ്രാമിംഗ് എങ്ങനെയാണെന്ന് നോക്കാം.